ഓക്കെ, എന്താണ് ഒരു ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ, വ്യത്യാസം എന്താണ്, അതാണ് നെക്സ്റ്റ് സെക്ഷൻ. അതിൽ ഫസ്റ്റ് ട്രെയിനിങ് എന്താണെന്ന് നോക്കിയേ. ട്രെയിനിങ് refers to an education process in which employees get a chance to develop skills, competency and learning as per the post duty requirements. അല്ലെ, പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൊരു ജോലിയില് കയറിയതിന് ശേഷമുള്ള ഒരു ടൈമല്ലേ പോസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്കൊരു ജോലി അപ്പൊ ആ ഒരു റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെ എന്ത് വേണം, സ്കിൽസുകൾ അല്ലെ, കഴിവുകള്, അവരെ കോമ്പീറ്റൻസി അല്ലെ, പിന്നെ അവർക്ക് വേണ്ട ലേണിംഗ് വികസിപ്പിക്കുന്നതിന് വേണ്ട അല്ലെ, ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട ഒരു ചാൻസ് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിനെയാണ് അല്ലെ എന്ത് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ട്രെയിനിങ് എപ്പോഴാണ് ലഭിക്കുന്നത്? പല സമയത്തും കിട്ടാം. നമുക്കൊരു പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞാല് ആ ജോലി പരിചയപ്പെടാൻ നമുക്ക് ട്രെയിനിങ് കിട്ടാറില്ലേ? ഉണ്ടോ? ഉണ്ടല്ലേ. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, നമ്മുടെ ഡ്യൂട്ടീസ് എന്താണ് അല്ലെ, നമ്മുടെ ഡ്യൂട്ടീസ് എന്താണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെ എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി, മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഒരു ട്രെയിനിങ് നടത്തുന്നത് അല്ലെ. പിന്നെ എപ്പോഴൊക്കെ നടക്കാറുണ്ട്? പുതിയ എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവരുമ്പോൾ അല്ലെ, പുതിയ എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ പുതിയ സിസ്റ്റംസ് കൊണ്ടുവരുമ്പോൾ അല്ലെ, ആണോ? ഒരു മിനിറ്റ്. ഓക്കെ, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ഒരു പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ് അല്ലെ, പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള സ്കിൽസുകൾ, കോമ്പീറ്റൻസി, ലേണിംഗ് എന്നിവ വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാൻസ്, ആ ഒരു എംപ്ലോയീസിന് അല്ലെ, ജീവനക്കാർക്ക് അവസരം കിട്ടുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, so simply we can say it is a process of increasing knowledge and skills of an employees അല്ലെ. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം, ഒരു എംപ്ലോയീസിന്റെ നോളജും അല്ലെ, അവരുടെ അറിവുകളും അവരുടെ കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നത്? നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? കൂടാതെ എന്താണ്, നമുക്ക് ആ ഒരു ജോലിയെ കുറിച്ചുള്ള നോളജ് വർദ്ധിക്കുന്നുണ്ടോ? അറിവുകൾ വർദ്ധിക്കുന്നുണ്ടോ? ഇല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് അല്ലെ, ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാൻ നമുക്ക് ഇതിനെ? ഒരു എംപ്ലോയീസിന്റെ അല്ലെ, ജീവനക്കാരുടെ അറിവുകളും കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രക്രിയ, ഒരു പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, ട്രെയിനിങ് ഈസ് പെർഫോംഡ് ഫോർ ഇംപ്രൂവിംഗ് knowledge and skills that are needed to carry out their existing job. എന്താണ്? അവരുടെ നിലവിലുള്ള ജോലി അല്ലെ, നമ്മൾ പറയും ഇപ്പൊ നിലവിലുള്ള ജോലി ചിലപ്പോ എന്താണ്, അവർ ചിലപ്പോ വർക്കിംഗ് ആയിരിക്കില്ലേ, അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കാറില്ല, അവർക്ക് കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റുകൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ആണോ? അപ്പൊ എന്താണ്, എക്സിസ്റ്റിംഗ് ജോബിൽ അല്ലെങ്കിൽ പുതിയ ജോലിയെ കുറിച്ച് അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഒരു പുതിയ ജോലിക്ക് കയറി കഴിഞ്ഞാല് അതിനുള്ള അവരുടെ കഴിവുകളും അവരുടെ അറിവുകളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കാറുണ്ട്. കൂടാതെ എക്സിസ്റ്റിംഗ് ജോബ്, അതായത് നിലവിലുള്ള ജോലിയുടെ നോളജും സ്കില്ലുകളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകൾ നൽകാറുണ്ട്. നമ്മൾ ട്രെയിനിങ് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു അല്ലെ, പുതിയ സ്റ്റാഫുകൾക്ക്, ന്യൂ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കൂടാതെ എക്സിസ്റ്റിംഗ് സ്റ്റാഫുകൾക്ക് അല്ലെ, നിലവിലുള്ള സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞോ. അപ്പൊ നിലവിലുള്ള സ്റ്റാഫുകൾക്ക് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത്? അവരുടെ
സ്കില്ലുകളും ഇംപ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ട്രെയിനിങ് ഈസ് എന്താണ് പെർഫോംഡ് ഫോർ ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ദാറ്റ് ആർ നീഡഡ് ടു ക്യാരി ഔട്ട് ദെയർ എക്സിസ്റ്റിംഗ് ജോബ്. അവരെ നിലവിലുള്ള ജോലിയുടെ നോളജും സ്കില്ലുകളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ്ങുകൾ നൽകുന്നുണ്ട്. ഓക്കെ ആണോ? ഈ ട്രെയിനിങ് ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് മാത്രമല്ലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം അല്ലേ? അപ്പൊ എന്താണ്, ദാറ്റ്സ് വൈ എന്താണ് ഇറ്റ് ഈസ് എ ഷോർട്ട് ടൈം ഓർ ടേം ഫോക്കസ്ഡ് ആൻഡ് ഫോർ എ ഫിക്സ്ഡ് ഡ്യൂറേഷൻ. ഒരു ഫിക്സ്ഡ് ഡ്യൂറേഷനിലല്ലേ നമുക്ക് ട്രെയിനിങ് തരുന്നത്. പുതിയ സ്റ്റാഫുകൾക്കാണെങ്കിലും നിലവിലുള്ള സ്റ്റാഫുകൾക്കാണെങ്കിലും അല്ലെ 2-3 ദിവസം അല്ലെ. അപ്പൊ എന്താണ്, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഷോർട്ട് ടൈം or term focused and for a fixed duration. ഒരു ഫിക്സ്ഡ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ആയിട്ടായിരിക്കും നമുക്ക് ട്രെയിനിങ്ങുകൾ നൽകുന്നത്. മെയിൻലി ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ് ടേക്കൺ ബൈ മാനേജ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ അല്ലെ. നമുക്ക് ട്രെയിനിങ് നൽകുന്നത് ആരാ? നമ്മൾ തന്നെയാണോ നമുക്ക് ട്രെയിനിങ് നൽകുന്നത്? ആണോ? അല്ല അല്ലേ? ആരാണ്? നമ്മൊരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവര് തന്നെയാണ് അല്ലെ നമുക്ക് ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് വേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് മാനേജ്മെന്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ. ഒരു പുറത്തു നിന്നുള്ള ഒരു പ്രചോദനത്തിന്റെ ഭാഗമായിട്ടല്ലേ ട്രെയിനിങ് ലഭിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ്, മെയിൻലി ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ മാനേജ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ. നമുക്ക് മാനേജ്മെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവിലൂടെ ആയിരിക്കും ട്രെയിനിങ് നൽകുന്നത്. എന്താണ്, ഔട്ട്സൈഡ് മോട്ടിവേഷൻ അല്ലെ, പുറത്തു നിന്നുള്ള ഒരു പ്രചോദനത്തിന്റെ ഒരു മോട്ടിവേഷന്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് ട്രെയിനിങ്ങുകളുടെ റിസൾട്ട് ലഭിക്കുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ട്രെയിനിങ് നടത്തുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ എംപ്ലോയീസിനെ കണ്ടിന്യൂസ് ആയിട്ട് വിലയിരുത്തുന്നുണ്ടെന്ന് പറഞ്ഞു, ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒബ്സർവേഷന്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ട് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ട മോട്ടിവേഷൻസ് നൽകുന്നുണ്ടോ? അപ്പൊ എന്താണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്? എന്താണ്, ഔട്ട്സൈഡ് മോട്ടിവേഷൻ ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഫസ്റ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞത് എന്താണ്, നമുക്ക് ഒരു പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ് അല്ലെ, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ എന്താണ് സ്കിൽസുകളും നോളജും കോമ്പിറ്റൻസിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ലഭിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് ട്രെയിനിങ്. നെക്സ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് പറയാം, ട്രെയിനിങ് എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ അറിവും അവരുടെ സ്കില്ലുകളും കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രക്രിയ, ഒരു പ്രോസസ് ആണ്. വേറെ രീതിയിൽ എന്ത് പറയാം, നമുക്ക് എക്സിസ്റ്റിംഗ് ജോബ് അല്ലെ, നമുക്ക് നിലവിലുള്ള ജോലിയുടെ എന്താണ് സ്കില്ലുകളും നോളജും ഇംപ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടി ലഭിക്കുന്ന ഒരു പ്രോസസ്സിനെയും നമുക്ക് എന്ത് പറയാം, ട്രെയിനിങ് എന്ന് പറയാം അല്ലെ. പിന്നെ എന്ത് നെക്സ്റ്റ് ട്രെയിനിങ് ഒരു ഷോർട്ട് ടൈം അല്ലെ, ഒരു 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡ്യൂറേഷനിലായിരിക്കും ആ ട്രെയിനിങ് നടത്തുന്നത്. ഇതിനു വേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് അവിടുത്തെ തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ആയിരിക്കും. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്സൈഡ് മോട്ടിവേഷൻ അല്ലെ, പുറത്തു നിന്നുള്ള ചിലപ്പോൾ നമുക്ക് സൂപ്പർവൈസറുടെ അല്ലെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമുക്ക് ട്രെയിനിങ് നടത്തുന്ന ട്രെയിനറുടെ മോട്ടിവേഷന്റെ ഭാഗമായിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് ലഭിക്കുന്നത് അല്ലെ. നമുക്ക് ശരിയായ രീതിയിൽ ഒരു മോട്ടിവേഷൻ തരുന്നില്ല, ശരിയായ രീതിയിൽ ഒരു ട്രെയിനിങ് തരുന്നില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ബെറ്റർ ആയിരിക്കോ, ഗുഡ് ആയിരിക്കോ? അല്ല അല്ലെ. അതിന് വേണ്ട ആ ഒരു കോച്ച്, നമ്മൾ പറഞ്ഞ ഒരു കോച്ച് ഉണ്ടാവാറുണ്ട് അല്ലെ. ആ ആള് തരുന്നത് ശരിയായ രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണെങ്കിൽ, ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടുമോ? പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്സൈഡ് മോട്ടിവേഷനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അല്ലെ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഡെവലപ്മെന്റ് അല്ലെ, വികസനം. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ?
വികസനം. ഓക്കെ, വികസനം എന്ന് പറഞ്ഞാൽ എന്താ? ഉയർത്തുക. ഒന്നുമില്ല, വികസനം എന്ന് മാത്രമല്ലോ. നോക്കിയേ, ഡെവലപ്മെന്റ് വർദ്ധിപ്പിക്കുക അല്ലെ. നമുക്ക് ഏതൊരു ഇപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസ്പദമാക്കിയിട്ടായിരിക്കും അല്ലെ നമുക്ക് ആ ഒരു ട്രെയിനിങ് ലഭിക്കുന്നത്. നമുക്ക് ഡെവലപ്മെന്റ് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഫ്യൂച്ചറിലും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്ക് അതിന് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ, റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഡെവലപ്മെന്റ്സുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ ഡെവലപ്മെന്റ് എന്താണ്? ഫ്യൂച്ചർ ആസ്പദമാക്കിയാണ് അല്ലെ നമുക്ക് വേണ്ട വികസനങ്ങൾ അല്ലെ. എന്താണ്? ഫിസിക്കലി ആയിക്കോട്ടെ, മെന്റലി ആയിക്കോട്ടെ, നമുക്ക് ഒരു ഡെവലപ്മെന്റ് വരാണ് അല്ലെ ട്രെയിനിങ് ലഭിക്കുന്നതിലൂടെ. ആണോ? Okay, development refers to an information process which mainly helps to understanding about the overall growth and improvement of the skills of the employee. ഇതാണ് ജീവനക്കാരന്റെ ഓവറോൾ ഗ്രോത്ത് അല്ലെ, മൊത്തത്തിലുള്ള വളർച്ചയെയും കഴിവുകളെയും സ്കിൽസുകളെയും മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇൻഫർമേഷൻ പ്രോസസ് ആണ് അല്ലെ ഡെവലപ്മെന്റ്. മറ്റേതെന്താണ്? എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് അല്ലെ. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ഇൻഫർമേഷൻ പ്രോസസ് ആണ് അല്ലെ. അവരിൽ നിന്ന് തന്നെ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ അവർക്ക് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? ആണോ? അപ്പൊ എന്താണ്? ഒരു എംപ്ലോയീസിന്റെ അല്ലെ ജീവനക്കാരന്റെ മൊത്തത്തിലുള്ള ഓവറോൾ ഗ്രോത്ത്, മൊത്തത്തിലുള്ള വളർച്ചയും അവരുടെ സ്കിൽസുകൾ അല്ലെ കഴിവുകളും മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അല്ലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള സഹായിക്കുന്ന ഒരു ഇൻഫർമേഷൻ പ്രോസസ് ആണ് ഡെവലപ്മെന്റ് അല്ലെ. ഇപ്പൊ നമ്മ ഒരു ടാസ്ക് കൊടുത്തിട്ട് അവര് കറക്റ്റ് രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മ പറയില്ലേ എനിക്ക് ഡെവലപ്മെന്റ്സ് വന്നിട്ടില്ല എന്ന് പറയില്ലേ, ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടില്ല അല്ലെ. ആ ഒരു ജോലിയില്ല നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടില്ല എന്ന് പറയില്ലേ, പറയാറില്ലേ? പറയാറില്ലേ മക്കളെ? അപ്പൊ എന്താണ് ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? ഒരു ജീവനക്കാരന്റെ മൊത്തത്തിലുള്ള വളർച്ചയെയും അവരുടെ കഴിവുകളെയും മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇൻഫർമേഷൻ പ്രോസസ് ആണ് ഡെവലപ്മെന്റ്. സോ സിംപിളി വി ക്യാൻ സേ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് അല്ലെ. നമുക്കിത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. ഒരു ലേണിംഗിന്റെയും വളർച്ചയുടെയും ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ് എന്ത്? ഡെവലപ്മെന്റ് അല്ലെ. നേരത്തെ നമ്മ എന്ത് പറഞ്ഞേ? സിംപിളി ആയിട്ട് ട്രെയിനിങ് എന്താ പറഞ്ഞേ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് എംപ്ലോയീസ് അല്ലെ. എംപ്ലോയീസിന്റെ നോളജും സ്കില്ലുകളും വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രോസസ് അല്ലെ, ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പ്രോസസ് ആണോ? മനസ്സിലാക്കി പഠിക്കാട്ടോ, കമ്പയർ ചെയ്ത് പഠിക്കാട്ടോ. ഇതില് ഡെവലപ്മെന്റ് എന്താ പറയുന്നത്? സോ സിംപിളി വി ക്യാൻ സേ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് അല്ലെ. പഠനത്തിന്റെയും ലേണിംഗിന്റെയും അവരുടെ വളർച്ചയുടെയും ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ്. ഓക്കെയോ? ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പഠനത്തിന്റെയും അവരുടെ വളർച്ചയുടെയും ഒരു പ്രക്രിയ. നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്മെന്റ്സ് ആർ പെർഫോംഡ് ഇൻ എൻ എയിം ഓഫ് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ടു ഫേസ് ഫ്യൂച്ചർ ചലഞ്ച്. നമ്മൾ പറഞ്ഞല്ലേ നമ്മ ഭാവിയിലേക്ക് അവരെ തയ്യാറാക്കി എടുക്കാണല്ലേ. ഭാവിയിൽ അവർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് അത് ഫേസ് ചെയ്യാൻ അവര് വില്ലിങ് ആയിരിക്കും അല്ലേ. ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാല് അല്ലെ ഒരാൾക്ക് ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ അല്ലെ ഏതൊരു സിറ്റുവേഷനും അവർക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇതിൽ പറയുന്നതൊക്കെ ഡെവലപ്മെന്റ് ആർ പെർഫോംഡ് ഇൻ എൻ എയിം ഓഫ് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ടു ഫേസ് ഫ്യൂച്ചർ ചലഞ്ചസ് അല്ലെ. എന്താണ്? അവര്
ഭാവിയിലെ വെല്ലുവിളികൾ അല്ലെ, ഫ്യൂച്ചറിലെ ചലഞ്ചസ്, വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള അറിവും വൈദഗ്ധ്യവും വികസിപ്പിക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത് അല്ലെ. അല്ലെ, ക്ലിയർ ആയോ? ട്രെയിനിങ് എന്ന് പറഞ്ഞത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസൃതമായിട്ടായിരിക്കും അല്ലെ ട്രെയിനിങ് ലഭിക്കുന്നത്, ആസ്പദമായിട്ടല്ലേ. ഇപ്പൊ നമുക്കൊരു ജോലിയിൽ കയറണം അല്ലെ, അപ്പൊ ആ ജോലിക്ക് വേണ്ട നോളജും സ്കിൽസുകളായിട്ടും നമുക്ക് ആ ട്രെയിനിങ്ങിലൂടെ ആർജിച്ചെടുക്കാൻ പറ്റുന്നത് അല്ലെ. ആണോ, മനസ്സിലാക്കുക? ഓക്കെ ആണോ? അല്ലെ. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പർട്ടിക്കുലർ ആ ഒരു സിറ്റുവേഷൻ മാത്രമാണോ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊരു ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാലോ? അല്ല അല്ലെ, നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വികസനം അല്ലെ. നമുക്ക് ഫ്യൂച്ചറിലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ? അല്ലേ? ഓക്കെ, ഇത് പറയുന്നത് ഡെവലപ്മെന്റ്സ് ആർ പെർഫോംഡ് ഇൻ എൻ എയിം ഓഫ് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ടു ഫേസ് ഫ്യൂച്ചർ ചലഞ്ചസ് അല്ലെ. ആ ഒരു എംപ്ലോയീസിന് അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന് ഭാവിയിൽ വരുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള, അഭിമുഖീകരിക്കാനുള്ള സ്കില്ലുകളും നോളജും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റ് കൊണ്ടുള്ള ലക്ഷ്യം, എയിം എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ട്രെയിനിങ് കൊണ്ടുള്ള ലക്ഷ്യം എന്തായിരിക്കും അപ്പ? ഒന്ന് പറഞ്ഞേ. ട്രെയിനിങ് കൊണ്ടുള്ള ലക്ഷ്യം എന്തായിരിക്കും അപ്പ? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ എന്താണ് ആ ജോലി എന്ന് പഠിക്കുക അല്ലെ. ആ ജോലി അവർക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ട നോളജും സ്കില്ലുകളും കിട്ടുക എന്നുള്ളതല്ലേ. നെക്സ്റ്റ്, ഇംപ്രൂവ് ചെയ്യുക, ആ സ്കില്ല്, ആ ഒരു ജോലിക്ക് വേണ്ട സ്കില്ലുകളും നോളജും വർദ്ധിപ്പിക്കുക. നെക്സ്റ്റ്, that's why it is long term and or term focused which takes place throughout the life of a person. ഇപ്പൊ നമുക്കൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ പറ്റുമോ? ഇന്ന പെർട്ടിക്കുലർ ഇന്ന ടൈം വരെ മാത്രമുള്ളൂ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതെന്താണ്? ലൈഫ് ലോങ് പ്രോസസ് ആണ് അല്ലെ. ജീവിതത്തില് നമ്മുടെ അവസാനം വരെ അല്ലെ, ലൈഫ് എൻഡ് വരെ നടക്കുന്ന ഒരു പ്രക്രിയയല്ലേ ഡെവലപ്മെന്റ്. അപ്പൊ എന്താണ് ഡെവലപ്മെന്റ്? ദാറ്റ്സ് വൈ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഡെവലപ്മെന്റ് ഈസ് ലോങ് ടേം അല്ലെ, ലോങ് ടേം ആണ് അല്ലെ, ഓർ ടേം ഫോക്കസ്ഡ് which takes place throughout the life of a person. അത് ആ ഒരു പേഴ്സന്റെ ലൈഫ് എൻഡ് വരെ അല്ലെ, ത്രൂ ഔട്ട് ലൈഫ്, ആ ജീവിതത്തിലുടനീളം നടക്കുന്ന ഒരു പ്രവർത്തനമാണ് അല്ലേ. നെക്സ്റ്റ്, mainly it is the result of initiatives taken by self and it is the result of self motivation. ഒരു ജോലിയിൽ കയറിയതിന് ശേഷം അവർക്ക് ഇംപ്രൂവ്മെന്റുകൾ, ഡെവലപ്മെന്റുകൾ വരാം അല്ലെ. അതല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഡെവലപ്മെന്റ്സുകളില്ലേ ഓരോ സിറ്റുവേഷനിലും അല്ലേ, ഓരോ സിറ്റുവേഷൻ അല്ലേ. നമുക്ക് ഡെവലപ്മെന്റ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഓരോ ഏജ് കഴിയും തോറും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ കഴിയും തോറും അല്ലെ. അപ്പൊ എന്താണ്? മെയിൻലി ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ് ടേക്കൺ ബൈ സെൽഫ്. അപ്പൊ ഇതിന് വേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് ആരാ? മാനേജ്മെന്റ് ആണോ തുടക്കം കുറിക്കേണ്ടത്? ആണോ ഡെവലപ്മെന്റിന് വേണ്ട ഇനീഷ്യേറ്റീവ്? അല്ല, സെൽഫ് ആണല്ലേ. നമ്മ തന്നെ വിചാരിക്കണം നമുക്കൊരു ഡെവലപ്മെന്റ് വേണം അല്ലെ, നമുക്കൊരു ഇംപ്രൂവ്മെന്റ് വേണം എന്ന് നമ്മ തന്നെ വിചാരിക്കണം അല്ലെ. അപ്പൊ എന്താണ്? മെയിൻലി ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ് ടേക്കൺ ബൈ സെൽഫ്. ഇത് സ്വയം തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട, തുടക്കം കുറിക്കേണ്ട ഒരു പ്രവർത്തനമാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സെൽഫ് മോട്ടിവേഷൻ. നമുക്ക് പുറത്തുനിന്നാണ് ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നത്. നിനക്ക് എന്തായാലും ഡെവലപ്മെന്റ് വേണം എന്ന് പുറത്തുനിന്ന് ഒരാൾ വന്ന് പറയോ? നമുക്ക് തന്നെ തോന്നണം അല്ലെ, നമ്മൾ തന്നെ ഒരു പ്രചോദനം കൊടുക്കണം അല്ലെ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് സെൽഫ് മോട്ടിവേഷൻ. ഓക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ്
The other differences are much difference. Training is a reactive process. Development is a proactive process. Reactive process എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പോണ്ട് ചെയ്യാം, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാം എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലേ, നമുക്ക് എന്ത് സിറ്റുവേഷൻ ആണോ വരുന്നത് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം അല്ലെ, പ്രതികരിക്കാൻ പറ്റണം അല്ലേ. അതല്ലെങ്കിൽ എന്താണ്? ഒരു ന്യൂ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ, പൊരുത്തപ്പെടാൻ പറ്റണം അല്ലെ. ഒരു ന്യൂ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അതുമായി പൊരുത്തപ്പെടാൻ പറ്റണം. അപ്പൊ എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നത്? നമുക്കൊരു പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പുതിയ ജോലിയുമായിട്ട് എന്ത് ചെയ്യണം? പൊരുത്തപ്പെടണം അല്ലെ, അഡാപ്റ്റ് ചെയ്യണ്ടേ ആ ഒരു ന്യൂ സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ജോലിയിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം അല്ലെ. പിന്നെ എന്താണ്? ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കണം അല്ലെ, പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കണം അല്ലെ. അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഈസ് എ പ്രോആക്റ്റീവ് പ്രോസസ് എന്ന് വെച്ചാൽ എന്താ? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഫോക്കസസ് ഓൺ ആന്റിസിപ്പേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ്. നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന, ഭാവിയിൽ വരുന്ന നീഡ്സുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെ, നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഡെവലപ്മെന്റ് കൊണ്ട് അടിസ്ഥാനമാക്കുന്നത് അല്ലെ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെ, ഒരു പുതിയ ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു കമ്പനിയില് പുതിയ എക്യുപ്മെന്റുകൾ വന്നു, അതല്ലെങ്കിൽ എന്താണ് അവിടെ പുതിയ സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് എന്താണ്? അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കണം അല്ലെ, അല്ലെങ്കിൽ പൊരുത്തപ്പെടാൻ സാധിക്കണം അല്ലെ. അതിനു വേണ്ടിയല്ലേ ട്രെയിനിങ് തരുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫ്യൂച്ചറിലെ കാര്യങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കണം അല്ലെ, നീഡ്സുകൾ, റിക്വയർമെന്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം, റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കണം. എന്താണ് ഡെവലപ്മെന്റ്? ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ട്രെയിനിങ് ഈസ് മെയിൻലി അറ്റൻഡഡ് ബൈ ഇൻഡിവിജ്വൽ, ഡെവലപ്മെന്റ് ഈസ് മെയിൻലി അറ്റൻഡഡ് ബൈ ഇൻഡിവിജ്വൽ. രണ്ടും അറ്റൻഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ, വ്യക്തികൾ തന്നെയല്ലേ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതും പങ്കെടുക്കുന്നതും. ഡെവലപ്മെന്റിൽ പങ്കെടുക്കുന്നതും ഇൻഡിവിജ്വൽസ് തന്നെയല്ലേ. Training is mainly attended by individual, development is mainly attended by individuals. Next പറയുന്നത് training is short time or term focused and a fixed duration അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെയിനിങ് എന്ന് പറഞ്ഞത് ഒരു ഷോർട്ട് ടൈം ആണ്, ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 4 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോമായി ബന്ധപ്പെട്ട അല്ലെ, ഷോർട്ട് ടൈം ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സഡ് ഡ്യൂറേഷനിൽ വരുന്ന ഒരു പ്രവർത്തനമാണ്. But development is a long term or term focused which takes place throughout the life of a person. Development എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടുള്ളത് അല്ലെ, ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നത്, അതല്ലെങ്കിൽ ഒരു പേഴ്സന്റെ ഇൻഡിവിജ്വൽസിന്റെ ലൈഫ് എൻഡ് വരെ അല്ലെ, ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്, ഒരു പ്രോസസ് ആണ് ഡെവലപ്മെന്റ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ട്രെയിനിങ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ് ടേക്കൺ ബൈ മാനേജ്മെന്റ് അല്ലെ. എന്താണ് ട്രെയിനിങ്? ആരാണ് അതിനുവേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്? മാനേജ്മെന്റ് ആണ് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഡെവലപ്മെന്റ് ഈസ് എ റിസൾട്ട് ഓഫ് സെൽഫ് മോട്ടിവേഷൻ. ഔട്ട്സൈഡ് എന്നുള്ളത് വെട്ടിയിട്ട് സെൽഫ് മോട്ടിവേഷൻ ആക്കാട്ടോ. ഡെവലപ്മെന്റ് എന്താണ്? സെൽഫ് മോട്ടിവേഷന്റെ ഭാഗമായിട്ടാണ് അതിന്റെ റിസൾട്ട് ലഭിക്കുന്നത് അല്ലെ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇനി പറയണോ? ഓക്കെ അല്ലേ അതൊക്കെ? നെക്സ്റ്റ്, training refers to a process in which employees are educated and get a chance to develop skills, competency and learning as per
the post duty requirements. നേരത്തെ പറഞ്ഞു ട്രെയിനിങ് എന്താണ് അവർക്ക് കൊടുക്കുന്നത്? എന്താണ് അവര് ആ പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെ അവരുടെ നിലവിലുള്ള ആ ഒരു ജോലി അവർക്ക് ലഭിച്ച ആ ഒരു ജോലി ഇവിടെ ആവശ്യമായിട്ടുള്ള എന്താണ് സ്കില്ലുകള് അവരെ കോമ്പീറ്റൻസി അല്ലെ കഴിവുകള് അവരുടെ ലേണിംഗ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള അല്ലെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെ. എംപ്ലോയീസ് ആർ എഡ്യൂക്കേറ്റഡ് അല്ലെ എംപ്ലോയീസിന് എന്തിനു വേണ്ടി എഡ്യൂക്കേഷൻസ് ആണ് കൊടുക്കുന്നത്? ആ ഒരു ജോലി അല്ലെ ആ ഒരു പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ് അവർക്ക് ലഭിച്ച ആ ഒരു ജോലി നല്ല രീതിയിൽ അവർക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ട കഴിവുകളും സ്കിൽസുകളും കോമ്പീറ്റൻസി അതായത് അതും സ്കിൽ തന്നെയാണ് അല്ലെ കഴിവുകളും അതിനു വേണ്ട ലേണിംഗും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ചാൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്. Next, development refers to an informative process which mainly helps in understanding about the overall growth and improvement of the skills of employees. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് ജീവനക്കാരന്റെ അല്ലെ ആ ഒരു എംപ്ലോയീസിന്റെ മൊത്തത്തിലുള്ള ഓവറോൾ ഗ്രോത്ത് അല്ലെ മൊത്തത്തിലുള്ള വളർച്ചയും അവരുടെ സ്കില്ലുകളും കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഇൻഫോർമേറ്റീവ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ്. നമ്മ ആദ്യം തന്നെ പറഞ്ഞു ഡെവലപ്മെന്റിൽ പറഞ്ഞു ഇനി പറയണോ? എന്താണ് ഒരു എംപ്ലോയീസിന്റെ മൊത്തത്തിലുള്ള അല്ലെ ഓവറോൾ ഗ്രോത്തും അവരുടെ എന്താണ് സ്കില്ലുകൾ അല്ലെ കഴിവുകളും ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ഇൻഫോർമേറ്റീവ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ്. ഇപ്പൊ നമുക്ക് ഒരാള് ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ അവർക്ക് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് വികസനം വന്നിട്ടുണ്ടോ എന്ന് അറിയാലോ. ഒരാളുടെ ജോലി കംപ്ലീഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ ഇല്ലേ അവര് കറക്റ്റ് രീതിയിൽ അല്ലെ 100% കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം അല്ലെ അവരിപ്പൊ ജോലിയിൽ കയറിയിട്ട് ഇപ്പൊ ജോലിയിൽ കയറി 1 മാസം ആയിട്ടുള്ളൂ. ആ 1 മാസത്തെ വർക്കും 1 വർഷം കഴിഞ്ഞിട്ട് അവരുടെ വർക്കും വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുമോ അവർക്ക് ജോലിയിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുമല്ലോ ഇല്ലേ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഒരു ഇൻഫോർമേറ്റീവ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ്. ഓക്കെ ആയോ? പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് മെയിൻലി training refers to learning new things and refreshing old ones. നമ്മൾ പറഞ്ഞു എക്സിസ്റ്റിംഗ് ജോബുകളിൽ എന്തായിട്ട് പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ട്രെയിനിങ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ ഇല്ലേ. പിന്നെ എന്താണ് അപ്പൊ മെയിൻലി ട്രെയിനിങ് റെഫേഴ്സ് മെയിൻലി എന്താണ് ട്രെയിനിങ് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നത്? ലേണിംഗ് ന്യൂ തിങ്സ് അല്ലെ പുതിയ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. കൂടാതെ എന്താണ് പഴയ കാര്യങ്ങള് പുതുക്കുകയും റീഫ്രഷ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ ട്രെയിനിങ്ങില് അങ്ങനെയല്ലേ. പക്ഷേ പിന്നെന്താണ് ഡെവലപ്മെന്റിൽ എന്താണ് മെയിൻലി development refers to implementing learned sections and finding new ones. ഡെവലപ്മെന്റിൽ എന്താണ് നമ്മ പഠിച്ച കാര്യങ്ങൾ അല്ലെ ലേണിംഗ് സെക്ഷൻസ് നമ്മ പഠിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുകയല്ലേ ചെയ്യുന്നത്. ട്രെയിനിങ്ങിൽ എന്താണ് നമ്മ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് അല്ലെ ഒരു ജോലി എങ്ങനെ ചെയ്യണം അല്ലെ അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ് വന്നാൽ അല്ലെങ്കിൽ പുതിയ സിസ്റ്റം കൊണ്ടുവന്നാൽ അതിനെ കുറിച്ച് പഠിപ്പിച്ചു തരാണ് ട്രെയിനിങ്. പക്ഷെ ഡെവലപ്മെന്റിൽ എന്താണ് നമ്മ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നു അല്ലെ നടപ്പിലാക്കുന്നു. കൂടാതെ എന്താണ് നമ്മ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു ഫൈൻഡ് ചെയ്യുന്നു അല്ലെ ഫൈൻഡിങ് ന്യൂ വൺസ്. ഓക്കെ ആയോ? Okay. Next, training is a job-oriented process and development is a career-oriented process.
ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോസസ് അല്ലേ? ജോലി അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലെ? പക്ഷെ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? കരിയർ ഓറിയന്റഡ് പ്രോസസ് ആണ്. ജോബ് ഓറിയന്റഡ് പ്രോസസ് എന്ന് പറഞ്ഞാല് ഒരു ജോലി അധിഷ്ഠിത പ്രക്രിയ ഒരു ജീവനക്കാരന്റെ നിലവിലുള്ള പ്രകടനം മെച്ചപ്പെടുത്താനും പിന്നെ ആ ജോലിയില് നിർദ്ദിഷ്ട റോളുകൾ അല്ലെ, അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയല്ലേ? ഇപ്പൊ നമുക്ക് ഒരു ഫിനാൻസ് സെക്ഷനിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ട്രെയിനിങ് ലഭിക്കുന്നത്? ഒരു ഫിനാൻസ് അക്കൗണ്ട്സിൽ നമുക്ക് ജോലി കിട്ടി. അപ്പൊ നമുക്ക് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ട്രെയിനിങ് കിട്ടുന്നത്? എന്തൊക്കെ കാര്യങ്ങൾക്ക് കിട്ടും? അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ? നമ്മ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ? ബാലൻസ് ഷീറ്റ്, ഓക്കെ, പിന്നെ എക്സ്പെൻസ് അല്ലെ? എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ? പർച്ചേസിംഗ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അല്ലെ? ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ കരിയർ ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരു വ്യക്തിയുടെ, അതായത് ഒരു ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിന്റെ മൊത്തത്തിലുള്ള വളർച്ചയും വികസനവും എൻജയർ കരിയർ അല്ലെ, ആ ഒരു എന്താണ് കരിയറിന്റെ അവസാനം വരെയുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെ ആണ് കരിയർ ഓറിയന്റഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള വളർച്ച, വികസനം, ദീർഘകാല പ്രൊഫഷണൽ ലക്ഷ്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കരിയർ ഓറിയന്റഡ് പ്രോസസ് എന്ന് പറയുന്നത്. മറ്റേത് ആ ഒരു നിർദ്ദിഷ്ട ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കും. കരിയർ ഓറിയന്റഡ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മൊത്തത്തിലുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ ആയോ? ദീർഘകാല പ്രൊഫഷണൽ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കരിയർ ഡെവലപ്മെന്റ്. ജോബ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാല് അവർക്ക് പറഞ്ഞിരിക്കുന്ന ആ ഒരു നിർദ്ദിഷ്ട ജോലി, എന്ത് ജോലിയാണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു സ്പെസിഫിക് ജോലിയുമായി ബന്ധപ്പെട്ടതാണ് ജോബ് ഓറിയന്റഡ് പ്രോസസ്. ഓക്കെ ആണോ? Next, so simply we can say training is a process of increasing knowledge and skills of an employee. നേരത്തെ പറഞ്ഞത് തന്നെ എന്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ഒരു ഇൻഡിവിജ്വൽസിന്റെ, അതായത് ഒരു എംപ്ലോയീസിന്റെ നോളജും അവരുടെ സ്കിൽസുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള, ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ട്രെയിനിങ്. സോ സിംപ്ലി വി ക്യാൻ സേ ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽസിന്റെ ലേണിംഗും ഗ്രോത്തിന്റെയും വളർച്ചയുടെയും ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് അല്ലെ? ആണോ? Next, training is performed in an aim of improving knowledge and skills that are needed to perform their existing jobs. എന്താണ് അവിടെ നിലവിലുള്ള ജോലി അത് പെർഫോം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അവരുടെ കഴിവുകളും അവരുടെ അറിവും നോളജും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം. ബട്ട് ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? ഡെവലപ്മെന്റ്സ് ആർ പെർഫോംഡ് ഇൻ an aim of improving knowledge and skills to face future challenges അല്ലെ? അവരെ ഭാവിയിലെ ചലഞ്ചസ് അല്ലെ എന്താണ് ഫേസ് ചെയ്യുന്നതിന് വേണ്ട, ഭാവിയിൽ അവരുടെ വെല്ലുവിളികൾ അവർക്ക് നേരിടുന്നതിന് വേണ്ട അവരുടെ സ്കില്ല്, അവരുടെ കഴിവുകളും നോളജും ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം. ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം എന്താണ്? നിലവിലുള്ള അല്ലെ, ഇപ്പൊ നിലവിൽ അവർ എന്താണോ ചെയ്യുന്നത് അതിന് വേണ്ട അറിവും സ്കില്ലും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം. പക്ഷെ ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? ഭാവിയിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന അല്ലെ, ഭാവിയില് അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന എന്താണ് വെല്ലുവിളികളെ നേരിടാൻ എന്താണ് അവർക്ക് വേണ്ട സ്കില്ലുകളും അവരെ നോളജും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം.
ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവരെ മോൾഡ് ചെയ്തെടുക്കാണ് അല്ലേ? ആണോ? അല്ലെ? വാർത്തെടുക്കല്ലേ ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വൽസിനെ മോൾഡ് ചെയ്തെടുക്കാണ് അല്ലെ? ഏതൊരു സിറ്റുവേഷനിലും അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുക്കാണ് അല്ലെ? ആണോ? പക്ഷെ ട്രെയിനിങ് എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരെ തയ്യാറാക്കി എടുക്കുന്നത് അല്ലെ? പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഓക്കെ ആയോ? നെക്സ്റ്റ്, training helps individuals to learn how to perform his or her present job satisfactorily. Training helps individuals to learn. എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നത്? എന്താണ്? വ്യക്തികളുടെ ഇപ്പോഴത്തെ ജോലിയിലെ പ്രസന്റ് ജോബ് എങ്ങനെ തൃപ്തികരമായി അല്ലെ, സാറ്റിസ്ഫാക്ടറി അവർക്ക് നിർവഹിക്കാൻ കഴിയുമെന്ന് അല്ലെ പരിശീലിപ്പിക്കുകയാണ് ട്രെയിനിങ്ങിൽ ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ നിലവിലുള്ള ജോലി അവർക്ക് എങ്ങനെ ചെയ്യണം? തൃപ്തികരമായി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? എന്താണ് നിലവിലെ അല്ലെ പ്രസന്റ് ജോലി, നിലവിലുള്ള ജോലി എങ്ങനെ തൃപ്തികരമായി നിർവഹിക്കാമെന്ന് പരിശീലനം അവർക്ക് സഹായിക്കുന്നു അല്ലെ? ട്രെയിനിങ്ങിലൂടെ അല്ലേ അവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എഫിഷ്യന്റ് ആയിട്ട് അല്ലെ? പക്ഷെ എന്താണ്? ഡെവലപ്മെന്റ് പ്രിപ്പയർസ് ഇൻഡിവിജ്വൽസ് ഫോർ ഫ്യൂച്ചർ ജോബ്സ് ആൻഡ് ഗ്രോത്ത് ഇൻ ഓൾ ആസ്പെക്ട്സ് അല്ലെ? എന്താണ്? പക്ഷെ ഡെവലപ്മെന്റ് ആ ഒരു ഇൻഡിവിജ്വലിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്? ഫ്യൂച്ചർ ജോബ്സിലേക്കാണ് അല്ലെ? ആണോ? ഭാവിയിലെ ജോലികൾ ചെയ്യാൻ അവരെ എല്ലാ ആസ്പെക്ട്സിലൂടെ, എല്ലാ വശങ്ങളിലും അവർക്ക് എന്ത് കൊണ്ടുവരുന്ന? വളർച്ച കൊണ്ടുവരുന്നു അല്ലെ? ഗ്രോത്ത് കൊണ്ടുവരുന്നു അല്ലെ? ഭാവിയിൽ അവർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ട ഒരു ഗ്രോത്ത് എല്ലാ വശങ്ങളും, ഓൾ ആസ്പെക്ട്സ് അല്ലെ? എല്ലാ വശങ്ങളും, മെന്റലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ അല്ലെ, എൻവയോൺമെന്റിലി ആയിക്കോട്ടെ, അവർക്ക് എന്താണ്? ഒരു ഗ്രോത്ത് കൊണ്ടുവരല്ലേ? ഇമോഷണലി അല്ലെ? ഇമോഷണലി ആയിക്കോട്ടെ അവർക്കൊരു ഗ്രോത്ത് കൊണ്ടുവരില്ലേ ചെയ്യുന്നത് ഡെവലപ്മെന്റ്? മറ്റേത് എന്താണ്? ട്രെയിനിങ് എന്ന് പറയുന്നത് അവരുടെ പ്രസന്റ് ജോബ് അല്ലെ, ഇപ്പോഴുള്ള ജോലി അവർക്ക് നല്ല രീതിയിൽ തൃപ്തികരമായി ചെയ്യാൻ അല്ലെ, നിർവഹിക്കാനുള്ള പരിശീലനം അവരെ സഹായിക്കുന്നു. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനെ എന്താണ്? തയ്യാറാക്കിയെടുക്കാണ് അല്ലെ? ഫ്യൂച്ചറിലെ നല്ല ജോബ്സുകൾ നല്ല രീതിയിൽ നിർവഹിക്കാൻ അവരെ തയ്യാറാക്കിയെടുക്കുന്നു. ഓക്കെയാണോ? Next, training focuses on technical skill and it has a narrow scope, and development focuses on conceptual and human ideas and it has a wider scope അല്ലെ? എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നത്? നമ്മുടെ ടെക്നിക്കൽ സ്കില്ലുകളാണ് അല്ലെ വർദ്ധിപ്പിക്കുന്നത് അല്ലെ? ഒരു ജോലി അതായത് ഒരു പെർട്ടിക്കുലർ ജോബ്, നമ്മുടെ പ്രസന്റ് ജോബ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സ്കില്ലല്ലേ വർദ്ധിപ്പിച്ചെടുക്കുള്ളൂ അല്ലെ? നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ആശയങ്ങള്, നമ്മുടെ വ്യക്തിത്വങ്ങളെ വികസിപ്പിച്ചെടുക്കോ? ഇംപ്രൂവ് ചെയ്യോ ട്രെയിനിങ്? ജസ്റ്റ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ജോബ് അല്ലെ, ആ ഒരു പ്രസന്റ് ജോബ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്നത് അല്ലെ? പക്ഷെ ഡെവലപ്മെന്റ് എന്താണ്? അപ്പൊ നോക്കിയേ, ട്രെയിനിങ് ഫോക്കസസ് ഓൺ ടെക്നിക്കൽ സ്കിൽ അല്ലെ? ആ ഒരു ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള
സാങ്കേതിക കഴിവുകൾ അല്ലെ, ടെക്നിക്കൽ സ്കില്ലുകൾ മാത്രമാണ് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത്. അതിനെന്താണ് ആ ഒരു നാരോ സ്കോപ്പ് ഉള്ളല്ലോ, ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു ജോലി ചെയ്യാൻ മാത്രമുള്ള ഒരു കഴിവല്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അല്ലെ. പക്ഷെ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസ് അല്ലെ, നമ്മുടെ ആശയങ്ങളും നമ്മുടെ ഹ്യൂമൻ ഐഡിയാസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഐഡിയാസിലേക്കൊക്കെ കേന്ദ്രീകരിക്കുന്നു, ഡെവലപ്മെന്റ് കേന്ദ്രീകരിക്കുന്നു. ആൻഡ് ഇറ്റ് ഹാസ് എ വൈഡർ സ്കോപ്പ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്താണ് വൈഡർ ആയിട്ടുള്ള അല്ലെ, വിപുലമായിട്ടുള്ള ഒരു സ്കോപ്പാണ് അല്ലെ, ഭാവിയാണ് അല്ലെ. മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. നല്ല രീതിയിൽ ഒരു ഡെവലപ്മെന്റ് വന്ന ഒരാൾക്ക് ഏതൊരു സിറ്റുവേഷനിലും അല്ലെ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുമോ, ഏതൊരു സിറ്റുവേഷൻ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല നല്ല കണ്ടിടത്തോട് കൂടി അല്ലെ, കോൺഫിഡൻസ് ആയിട്ട് അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ലേ, പറ്റും. ഇപ്പൊ നമ്മൊരു എക്സാമ്പിൾ പോലെ പറയാറുണ്ട് അല്ലെ, പൂച്ച എങ്ങനെ വീണാലും 4 കാലിൽ വീഴുമെന്ന് പറയാറുണ്ട്. ആണോ? ഇങ്ങനെ വീണാലും അല്ലെ, തിരിഞ്ഞു വീണാലും മറിഞ്ഞു വീണാലും കമർന്നു വീണാലും 4 കാലിൽ വീഴും അല്ലെ. എന്തുകൊണ്ടാണ് ഏ പറയാറില്ലേ, ഉണ്ടല്ലേ. അപ്പൊ എന്താണ് നല്ല രീതിയിൽ ഒരു ഡെവലപ്മെന്റ് ഉള്ള ഒരു ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരു എംപ്ലോയീസ് എന്താണ് ഏത് സിറ്റുവേഷനിലും അവർക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും അല്ലെ, ഫേസ് ചെയ്യാൻ സാധിക്കും. എന്ത് ചലഞ്ചസ് വന്നാലും അല്ലെ, എന്ത് വെല്ലുവിളികൾ വന്നാലും അവരത് നല്ല രീതിയിൽ നേരിടും അല്ലെ, സന്മുറ്റത്തോടെ നേരിടും അല്ലെ. ആണോ? അപ്പൊ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു വൈഡർ സ്കോപ്പ് ആണ് അല്ലെ. ഓക്കെ ആണോ മക്കളെ, ക്ലിയർ ആണോ? നെക്സ്റ്റ്, ട്രെയിനിങ് റിവോൾവ്സ് അറൗണ്ട് പ്രസന്റ് നീഡ്സ് അല്ലെ. എന്താണ് ഈ ട്രെയിനിങ് നമുക്ക് എന്തിനു ചുറ്റുമാണ് റിവോൾവ് ചെയ്യുന്നത്, കറങ്ങുന്നത്? നമ്മുടെ ഈ പ്രസന്റ് നീഡ്സ് അല്ലെ, ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് ചുറ്റല്ലേ ഈ ട്രെയിനിങ് കറങ്ങുന്നത് അല്ലെ. നമുക്ക് ഇപ്പൊ എന്താണ് ആവശ്യം അല്ലെ, ഇപ്പൊ എന്താണ് ആവശ്യം അത് മാത്രമാണ് അല്ലെ, അതിലേക്ക് മാത്രമാണ് ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഡെവലപ്മെന്റ് റിവോൾവ്സ് അറൗണ്ട് ദ ഫ്യൂച്ചർ. പക്ഷെ ഡെവലപ്മെന്റ് എന്തിനു ചുറ്റുമാണ് റിവോൾവ് ചെയ്യുന്നത്? ഫ്യൂച്ചറിലേക്കാണ് അല്ലെ, ഭാവിക്ക് ചുറ്റുമാണ്. നമുക്ക് ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ ആ ഒരു ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസിനെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെയാണോ? ട്രെയിനിങ് ഫോക്കസസ് ഓൺ ദി റോൾ അല്ലെ. ട്രെയിനിങ് എന്തിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്? ആ ഒരു പെർട്ടിക്കുലർ ജോബ് റോളിലേക്ക് മാത്രമായിരിക്കും അല്ലെ. നമുക്ക് എന്ത് ജോബ് റോൾ ആണോ തരുന്നത്, അക്കൗണ്ട്സ് ആണോ അല്ലെങ്കിൽ HRM-ലാണോ അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണോ അല്ലെങ്കിൽ ക്ലറിക്കൽ സെക്ഷനിലേക്കാണോ അല്ലെ, ആ ഒരു റോളുമായി ബന്ധപ്പെട്ട് മാത്രമല്ലേ ട്രെയിനിങ് കേന്ദ്രീകരിക്കുന്നത് അല്ലെ. പക്ഷെ എന്താണ് വൈൽ ഡെവലപ്മെന്റ് ഫോക്കസസ് ഓൺ ദി പേഴ്സൺ. പക്ഷെ ഡെവലപ്മെന്റ് എന്തിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്? ആ ഒരു പേഴ്സൺ അല്ലെ, ആ ഒരു വ്യക്തിയിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത് അല്ലെ. ആ ഒരു വ്യക്തിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാം അല്ലെ, വികസനം ഉണ്ടാക്കാം, അവരുടെ സ്കില്ലുകള്, അവരുടെ നോളജ്, അവരുടെ എബിലിറ്റീസ് വർദ്ധിപ്പിക്കുക അല്ലെ. ആണോ? ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് നോക്കിയേ. ഒരുപാട് കാര്യങ്ങള് സെയിം ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് അല്ലെ. ക്ലിയർ അല്ലേ? എടുക്കുന്നത് ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ ഓക്കെ പറഞ്ഞുതരാം കേട്ടോ മിസ്. ട്രെയിനിങ് ഈസ് എ റിയാക്റ്റീവ് പ്രോസസ്. നമുക്ക് എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നത്? നമുക്ക് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം അല്ലെ, പ്രതികരണ ക്രിയയാണ് അല്ലെ, പ്രതികരണ പ്രക്രിയയാണ് അല്ലെ.
നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് അടുത്ത സ്പോട്ടിൽ നമുക്ക് പ്രതികരിക്കേണ്ടേ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു ന്യൂ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം അല്ലെ? ആണോ? അല്ലെ? ട്രെയിനിങ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്? ട്രെയിനിങ് എന്താണ്? ഒരു പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ട്രെയിനിങ് ലഭിക്കുന്നത്? ആ ജോലി എങ്ങനെ കറക്റ്റ് രീതിയിൽ ചെയ്യണം അല്ലെ? അതിന് വേണ്ട നോളജും അതിന് വേണ്ട സ്കില്ലുകളല്ലേ നമുക്ക് തരുന്നത് ട്രെയിനിങ്. ന്യൂ സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാം അല്ലെ? പക്ഷെ എന്താണ് ഡെവലപ്മെന്റ് ഈസ് എ പ്രോ ആക്റ്റീവ് പ്രോസസ്. എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത്? സജീവമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലെ? ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രതികരണ പ്രക്രിയ, മറ്റേ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് സജീവമായി ആ ജോലി എങ്ങനെയെന്ന് പരിചയപ്പെടാം അല്ലെ? നമുക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? പക്ഷെ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് സജീവമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അത് നമ്മൾ എങ്ങോട്ടാണ് മോൾഡ് ചെയ്തെടുക്കുന്നത്? ഫ്യൂച്ചറിലേക്ക് അല്ലെ? ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അല്ലെ? ആ ഫ്യൂച്ചറിലേക്കാണ്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലൈഫിൽ ഉടനീളം നടക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ? സജീവമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? അത് ഫസ്റ്റ് പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ മിസ് പറഞ്ഞു തരാം കേട്ടോ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ. 5 ഓക്കെ. Training refers to a process in which employees are educated and get a chance to develop skills, competency, and learning as per post-duty requirements. Post-duty requirements എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അല്ലെ? നമുക്കൊരു ജോലിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയില്ലേ? അപ്പൊ എന്താണ് ആ ഒരു അതിനുശേഷം ആ ഒരു പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ്, നമുക്ക് ആ ഒരു ജോലി നമുക്ക് കിട്ടിയ ആ ജോലി കറക്റ്റ് രീതിയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെ സ്കില്ലുകള്, കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാലും സ്കിൽ തന്നെയാണ് അല്ലെ? എബിലിറ്റി ഒക്കെ തന്നെയാണ്. കഴിവുകളും അതിനു വേണ്ട അറിവും ലേണിങ്ങും വർദ്ധിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യാനുള്ള എക്സാമിനോ മിസ് പറയാട്ടോ ചെയ്യാനുള്ള എന്താണ് ഒരു ചാൻസ് അല്ലെ? ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുകയാണ് ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നത് അല്ലെ? നമുക്കൊരു ജോലി എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കി എടുക്കുകയല്ലേ ചെയ്യുന്നത് ട്രെയിനിങ്ങിലൂടെ? നമുക്ക് ലഭിച്ച ആ ഒരു ജോലി അല്ലെ എങ്ങനെ ചെയ്യണം അല്ലെ? ആണോ? അപ്പൊ എന്താണ് നമുക്ക് ലഭിച്ച അല്ലെ കൺസെപ്ച്വൽ എന്ന് പറഞ്ഞാൽ ആശയപരമായ പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ് അല്ലെ? നമുക്ക് ലഭിച്ച ആ ഒരു ജോലി നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാം അല്ലെ? നല്ല രീതിയിൽ ചെയ്യാൻ നമ്മുടെ സ്കില്ലുകളും നമ്മുടെ കഴിവുകളും നമ്മുടെ അറിവും അല്ലെ
ലേണിങ്ങും വർദ്ധിപ്പിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെവലപ്മെന്റ് refers to an informative process which mainly helps in understanding about the overall growth and improvement of the skills of the employee. അല്ലെ, ആ ഒരു എംപ്ലോയിയുടെ ഓവറോൾ ഗ്രോത്ത്, മൊത്തത്തിലുള്ള വളർച്ചയും അവരുടെ സ്കില്ലുകളും വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അല്ലെ, മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ്. അല്ലെ, നമുക്ക് മിസ് പറഞ്ഞു, ഒരു വർഷം ഒരു ജോലിക്ക് കയറി ഒരാള് ചെയ്ത ജോലി ഒരു വർഷം കഴിഞ്ഞ് ആ ഒരു സെയിം ജോലി അവര് ചെയ്യുമ്പോഴും അത് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അവർക്ക് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടോ, അല്ലെ? ആണോ? ആ ജോലിയിൽ അവർക്ക് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടോ, അല്ലെ? അപ്പൊ അതെന്താണ്? ഒരു ഇൻഫോർമേറ്റീവ് പ്രോസസ് അല്ലേ? ഓക്കെ ആയോ? എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു പോസ്റ്റ് ജോലി, അവർക്ക് ലഭിച്ച ഒരു ജോലി നല്ല രീതിയിൽ ചെയ്യുന്നതിന്, ചെയ്യുന്നതിന് അവരുടെ സ്കില്ലുകളും അവരുടെ കഴിവും അവരുടെ അറിവും എന്താണ് എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ലെ, പഠിപ്പിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നത്. മറ്റേതെന്ന് പറയുന്നത് എന്താണ്? ഒരു എംപ്ലോയീസിന്റെ മൊത്തത്തിലുള്ള വളർച്ചയിലെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് അവരുടെ സ്കില്ലുകളുടെ ഇംപ്രൂവ്മെന്റ്സും മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഇൻഫോർമേറ്റീവ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ഏതാണ് പറഞ്ഞത്? 7th or 11th. Okay, next 11. Training focuses on technical skill and it has a narrow scope. നമുക്ക് ആ ഒരു ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക കഴിവുകൾ മാത്രമല്ലേ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ലഭിക്കുള്ളൂ. ഇപ്പൊ നമുക്കൊരു അക്കൗണ്ട്സിലെ ജോബ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ക്ലറിക്കൽ സെക്ഷനിൽ ഒരു ജോബ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താണ് മാനുഫാക്ചറിങ് സെക്ഷനിൽ ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനിലെ ടെക്നിക്കൽ സ്കില്ലുകളല്ലേ നമ്മൾ പഠിപ്പിക്കുള്ളൂ, അല്ലെ? സാങ്കേതിക കഴിവുകളല്ലേ, അല്ലെ? അപ്പൊ ഇതെന്താണ്? ട്രെയിനിങ് ഫോക്കസ് ഓൺ ടെക്നിക്കൽ സ്കിൽ, അല്ലെ? നമുക്ക് ലഭിച്ച ആ ജോലിയുടെ സാങ്കേതിക കഴിവുകളിലേക്ക് മാത്രമാണ് ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്താണ്? നാരോ സ്കോപ്പ് ആണ്, അല്ലെ? അല്ലെ, ചെറിയ രീതിയിലുള്ള ഒരു സ്കോപ്പ് അല്ലേ ഉള്ളൂ, ഭാവിയല്ലേ ഉള്ളൂ, അല്ലേ? പക്ഷെ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഫോക്കസസ് ഓൺ കൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസ് ആൻഡ് ഇറ്റ് ഹാസ് എ വൈഡർ സ്കോപ്പ്. പക്ഷെ ഡെവലപ്മെന്റ് എന്തിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്? ആ ഒരു എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽസിന്റെ ആശയപരമായ, അല്ലെ, കൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസ്, നമ്മുടെ ആ ഒരു ഹ്യൂമൻസിന്റെ ഐഡിയാസിലേക്കൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ എന്താണ്? അതിന് വൈഡർ ആയിട്ടുള്ള ഒരു സ്കോപ്പ് ആണുള്ളത്. എന്ന് വെച്ചാല് നമ്മുടെ ഒരു ടെക്നിക്കൽ സ്കില്ലുകൾ മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റില്? നമ്മുടെ മൊത്തത്തിലുള്ള വളർച്ചയിലേക്ക് കൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസ് എന്ന് പറഞ്ഞാല് ആ ഒരു ഇൻഡിവിജ്വൽസിന്റെ മൊത്തത്തിലുള്ള വളർച്ചയിലേക്കാണ് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്ത്? അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? വൈഡർ സ്കോപ്പ് ആയിരിക്കും, അല്ലെ? ഇത് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ, ഇമ്പോർട്ടന്റ് പറഞ്ഞുതരാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇന്നെടുത്തത് ക്ലിയർ ആണോ? എന്താണ് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നുണ്ടാവും, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്.
ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇനി എന്താണെങ്കിൽ ഇമ്പോർട്ടന്റ് സെറ്റ് ഏതൊക്കെയാണെന്ന് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ മാർക്ക് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.